പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അവന്തിക അനന്തപുരിയിലുള്ള എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് നടക്കുകയാണ്. അബിക്ക് മാത്രമേ അവന്തികയുടെ സ്വഭാവം എന്താണ് എന്നും ആരുടെ ഭാഗത്ത് എന്താണ് എന്നുള്ളതും തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് ഇനി അനിയെ വിവാഹം ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. അവസാന കൈയും കൂടെയാണ്, അതും കൂടെ പാളിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് നാഗേന്ദ്രനും അവന്തികയും നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്നും ചാരന്മാരുണ്ട്, എന്തായാലും അത് ശ്രദ്ധിക്കണം. ആ വീട്ടിലുള്ള ഓരോരുത്തരെയും നമ്മൾ ഇനി നിരീക്ഷിച്ചേ പറ്റുകയുള്ളൂ, പ്രത്യേകിച്ച് അബിയുടെ അച്ഛൻ നാട്ടിലെത്തിയ സ്ഥിതിക്ക്. അതുകൊണ്ട് അവന്തികയും അതുമായിട്ട് വന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ടാണ് ആദർശ് ഓരോ കാര്യത്തിനായിട്ട് പുറത്തോട്ട് പോകുന്നത്. അങ്ങനെ ആദർശ് ബിസിനസ്സിൻ്റെ ഒരു കാര്യത്തിനായിട്ട് പുറത്തോട്ട് പോകുന്ന സമയത്താണ് അവന്തികയെ പോലെ ഒരാളെ കാണാനിടയാകുന്നത്. അങ്ങനെ ആദർശ് ആ പെൺകുട്ടിയുടെ പിന്നാലെ ചെന്ന് നോക്കുമ്പോഴാണ് അത് അവന്തികയാണെന്നും അവന്തിക ആരെയോ കാണാൻ പോകുന്ന ഒരു ഇതിലാണല്ലോ എന്നും മനസ്സിലാക്കുന്നത്. അങ്ങനെ അവന്തികയെ പിന്തുടർന്ന് പോവുകയാണ് ആദർശ്. ഒടുവിൽ ചെന്നെത്തുന്നത് നാഗേന്ദ്രൻ്റെ അടുത്ത് തന്നെയാണ്. ആ ഒരു സമയത്ത് ആദർശാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇവളും അച്ഛൻ്റെ അടുത്തെത്തിയോ, അയാൾ ഇവളെയും സ്വാധീനിച്ചോ, അല്ലെങ്കിൽ അവൻ പറഞ്ഞ പ്രകാരം ഇവൾ നാട്ടിലെത്തിയതാണോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവർ തമ്മിൽ ബന്ധം ഉണ്ട് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞേ പറ്റുകയുള്ളൂ എന്നൊക്കെ തീരുമാനിച്ചിട്ട് ആദർശ് അവന്തികയുടെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ അവന്തികയും നാഗേന്ദ്രനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒളിഞ്ഞ് കേൾക്കുകയാണ് ആദർശ്. ഇത് നാഗേന്ദ്രനോ അവന്തികയോ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അബിയെക്കുറിച്ചും എത്രയും പെട്ടെന്ന് അവിടെ എനിക്ക് കയറി പറ്റണം, ആ മൂർത്തി മുത്തശ്ശൻ എന്ന് പറയുന്ന നെളിഞ്ഞു നിൽക്കുന്ന ആ ആളെ അവിടെ നിന്ന് അടിച്ചിറക്കിയേ പറ്റുകയുള്ളൂ. ഇനി അതിനായിട്ടുള്ള ഇറക്കത്തിലാണ്. ഏതായാലും നമ്മൾ കുറച്ച് താഴ്ന്ന ഇതിലെത്തിപ്പോയി. ആ നയന കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും അനന്തപുരിയിൽ കയറി പറ്റാനുള്ള പണികളാണ് ഇനി നോക്കേണ്ടത്. അതിന് ജലജയെ സോപ്പിട്ടാലും നടക്കും, പക്ഷേ അവളെ കണ്ടാൽ തന്നെ എൻ്റെ നാവിൽ നിന്നും അരിച്ച് കയറുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, ഞാനെല്ലാവരെയും സോപ്പിട്ടും ക്ഷമിച്ചും കടിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ അച്ഛാ, അതൊക്കെ എന്തിനാ, നമ്മുടെ നേട്ടങ്ങൾ നേടിയെടുക്കാനല്ലേ, അതുപോലെ അങ്ങ് അച്ഛൻ അഭിനയിച്ച് നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആദർശ് ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ രണ്ടും പ്ലാനിങ്ങോട് കൂടെ വന്നിരിക്കുകയാണ്. ഞങ്ങളെ കബളിപ്പിച്ച് അവിടെ കയറി പറ്റാനും മുത്തശ്ശനെ ഇറക്കി വിട്ടിട്ട് ആ സ്ഥാനത്തേക്ക് വരാനുമാണ് ഉദ്ദേശമല്ലേ, അതൊന്നും നടക്കത്തില്ല, അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നിൻ്റെ അനിയോടുള്ള ഇഷ്ടമൊക്കെ എന്തായി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അനിയേട്ടനാണ് പിടി തരാത്തത്, അതൊക്കെ നമുക്ക് നേടിയെടുക്കണം അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതും കേട്ടിട്ട് ആദർശ് ചിന്തിക്കുന്നുണ്ട്, അനിയോടുള്ള ഇഷ്ടവും ഇവളുടെ ട്രാപ്പാണോ എന്നുള്ള ആ ഒരു ചിന്ത ആദർശിൻ്റെ മനസ്സിലോട്ട് വരികയാണ്. അതിനൊരു യഥാർത്ഥ ക്ലാരിഫിക്കേഷൻ നമ്മുടെ ആദർശിന് കിട്ടിയിട്ടില്ല.